ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനൊരു റെസിൻ ആർട്ടായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് ഞാൻ ഭയങ്കര സ്പെഷ്യലായിട്ട് ചെയ്യുന്നൊരു വർക്കാണ്. ഞാൻ നേരത്തെ ഈ ഒരു മോൾഡ് വാങ്ങിയ ടൈമിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു കാര്യം ചെയ്യാനായിട്ടാണ് ഞാൻ ഈ ഒരു മോൾഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത് എന്തിനാണെന്ന് വെച്ചാൽ എൻ്റെ കസിന് ഫ്രാഗ്ര എന്ന് പറയുന്നൊരു കമ്പനി ഉണ്ട്. അപ്പോൾ എൻ്റെ കസിന് വേണ്ടി അവരുടെ വണ്ടിയിലും അവർക്ക് ഓഫീസിൽ പോകുമ്പോൾ അതിനുള്ള ബാഗിലും അതിലൊക്കെ ഇടാനായിട്ടുള്ള കുറച്ചൊരു 10 കീ ചെയിനാണ് കേട്ടോ. എനിക്കിത് ഭയങ്കര സന്തോഷമുള്ളൊരു മൊമെൻ്റാണ് ഈ ഒരു 10 കീ ചെയിനൊക്കെ ബൾക്കായിട്ട് ഓർഡർ കിട്ടാമെന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ ഞാൻ അവരുടെ പ്രിൻ്റ് വെച്ചിട്ടുള്ളൊരു കീ ചെയിനായിരുന്നു ചെയ്യുന്നത്. ആ സ്റ്റിക്കർ പ്രിൻ്റാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ഒരു കുഞ്ഞ് ലെയറിൽ ചെറിയൊരു തിന്നായിട്ടുള്ളൊരു ലെയർ വൈറ്റ് കളറിൽ റെസിനിൽ വൈറ്റ് കളർ ആഡ് ചെയ്തിട്ടൊരു തിൻ ലെയർ കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ഡേ വയ്ക്കുമ്പോൾ നല്ല രീതിയിൽ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പീൽ ഓഫ് ചെയ്യുന്നില്ല, കാരണം ഇത് പൊളിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റെസിൻ ഒഴിക്കുമ്പം അതിൻ്റെ അടിയിൽ കുറച്ച് റെസിൻ വന്നിട്ട് ആ ഒരു ഷേപ്പ് മാറിപ്പോണ്ട. ഇതാണ് സ്റ്റിക്കർ പ്രിൻ്റ്. ഭയങ്കര ഈസിയാണ് ഇത് പീൽ ചെയ്തെടുക്കാനായിട്ട്. ഇത് പതുക്കെ പീൽ ചെയ്തിട്ട് അതിൽ ഒട്ടിച്ചാൽ ഞാൻ ഒട്ടിച്ചപ്പോൾ കുറേയൊക്കെ ചെരിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീഡിയോ കട്ട് ചെയ്തിട്ട് ബാക്കിയെല്ലാം പറിച്ചിട്ട് ഒട്ടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ലാസ്റ്റ് കണക്ക് നല്ല രീതിയിൽ ചെരിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു ഞാൻ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ. പിന്നെയാണ് എനിക്കിത് മനസ്സിലായത്. അതിനുശേഷം നമ്മളിത് കുറച്ച് നേരം ഒന്ന് ഡ്രൈ ആവാൻ വയ്ക്കണം. അതിൻ്റെ മുകളിൽ ഒട്ടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് റെസിൻ എടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് പോർ ചെയ്ത് കൊടുക്കണം. അത്യാവശ്യം തിക്കായിട്ടുള്ള രീതിയിൽ തന്നെ പോർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ ഒരു കീ ചെയിനിലേക്ക്. ഈ മിക്സ് ചെയ്യുന്നത് നന്നായിട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കീ ചെയിൻ മൊത്തത്തിൽ പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതിന് ശേഷം ഞാൻ മാക്കി അതിൻ്റെ മുകളിലേക്കൊക്കെ നമ്മൾ ഈ മിക്സ് വെച്ച് ഈ ക്ലിയർ റെസിൻ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത് കുറച്ച് നല്ല രീതിയിൽ തന്നെ തിക്കാവണം. ഇതൊരു 1-2 ദിവസം വയ്ക്കേണ്ടി വരും ഇത് നന്നായിട്ട് ഡ്രൈ ആയി വരാൻ. ഞാൻ ഓൾറെഡി ഒന്ന് ഡിമോൾഡ് ചെയ്തിരുന്നു, അതാണ് ഇത്ര സിമ്പിളായിട്ട് ഡിമോൾഡായിട്ട് വരുന്നത്. ഞാൻ അതിൻ്റെ മുകളിലേക്ക് ചുമ്മാ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നതേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മറ്റേ ക്യാരംസിൽ നമ്മൾ കളിക്കുന്ന ആ സംഭവമില്ല, അതുപോലെയായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ ഞാൻ ഏകദേശം 9 എണ്ണമാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഒരെണ്ണം കൂടി ചെയ്യാനുണ്ട് എനിക്ക്. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഫൈനൽ ലുക്ക് എന്തായാലും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.